പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, നിലവിലെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ എന്തുകൊണ്ടാണ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഇവൻറ്റിലേക്ക് ടൂർണമെൻറ്റ് തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വിജയിച്ചു വരുന്ന റെസ്ലറിന് സമ്മർ സ്ലാമിൽ അവർക്ക് ആ മെയിൻ ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്പുകളിൽ ഏതെങ്കിലും ഒന്നിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സ്റ്റിപ്പുലേഷൻ വെച്ചുകൊണ്ടാണ്. അപ്പോൾ മെയിൻ ചാമ്പ്യന്മാരിൽ ഒരാളായ വുമൻസ് വേൾഡ് ചാമ്പ്യൻ കൂടിയായ ലിവ് മോർഗൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതാണ് ഒരു സംശയം പോലെ, ഒരു ക്യൂരിയോസിറ്റി പോലെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. അതിനെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നോണം ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ, ലിവ് മോർഗനെ റോ ബ്രാൻഡിൽ ആക്റ്റീവാക്കി നിർത്താനും സ്റ്റോറി ലൈനുകളിൽ ആക്റ്റീവാക്കി നിർത്താനും വേണ്ടിയിട്ടാണ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ലിവ് മോർഗന് ഇപ്പോൾ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഒരു വുമൻസ് വേൾഡ് ചാമ്പ്യൻ ഒരു സ്റ്റോറിയും ഇല്ലാതെ ഒരു അപ്പിയറൻസും നടത്താതെ മാറി നിന്നാൽ അത് വുമൻസ് ഡിവിഷനെ തന്നെ അത് മോശപ്പെട്ട ഒരു രീതിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ലിവ് മോർഗനെ ആക്റ്റീവാക്കി നിർത്തി വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി ആക്റ്റീവാക്കി നിർത്തുക എന്നുള്ളത് മാത്രമാണ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ ലിവ് മോർഗനെ അനൗൺസ് ചെയ്തത്. ലിവ് മോർഗൻ്റെ മത്സരം നടക്കുന്നത് അടുത്ത ആഴ്ചയാണ്. അപ്പോൾ ലിവ് മോർഗൻ ഇനി അഡ്വാൻസ് ചെയ്യപ്പെടുമോ, അടുത്ത റൗണ്ടിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് അവിടെ നോക്കിക്കാണേണ്ടതാണ്. കൂടാതെ സമ്മർ സ്ലാം എന്ന് പറയുന്ന അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള പ്രീമിയം ലൈവ് ഇവൻറ്റ് ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കാൻ പോകുന്നത്. 2 ദിവസമായിട്ടാണ് ഈ വർഷത്തെയും സമ്മർ സ്ലാം നടക്കാൻ പോകുന്നത്. ഈ സമ്മർ സ്ലാമിലേക്ക് നിലവിൽ ലിവ് മോർഗൻ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയിട്ട് തന്നെ എത്തും എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലിവ് മോർഗൻ്റെ എതിരാളി ആരായിരിക്കും, അതും ഒരു ചോദ്യമാണല്ലോ. അതിനുള്ളൊരു ഉത്തരം കൂടി നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കറൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് മുൻ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന ഇയോ സ്കൈയെ എതിരാളിയായിട്ട് കൊണ്ടുവരാൻ എന്നുള്ള ഒരു പ്ലാനാണ് ഉള്ളത്. അപ്പോൾ ഇയോ സ്കൈ ഈ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു ബാക്കപ്പ് പ്ലാൻ എന്നോണമാണ് ഇയോ സ്കൈയെ നിലവിൽ കൺസിഡർ ചെയ്യുന്നത്. മുൻ വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേർ വേഴ്സസ് ലിവ് മോർഗൻ തമ്മിലുള്ള ഒരു സ്റ്റോറിയും പ്ലാൻ ചെയ്യുന്നതാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. സ്റ്റെഫനി വെക്കേർ ഇഞ്ചുറി മാറി തിരികെ വന്നാൽ ലിവ് മോർഗനെതിരെയുള്ള സ്റ്റോറി എന്തായാലും അവർ പിന്നെയും പുനരാരംഭിക്കും എന്നുള്ളൊരു വാർത്തയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലിവ് മോർഗനെ സംബന്ധിച്ച് നമുക്ക് നിലവിൽ പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്. രണ്ടാമത്തെ അപ്ഡേറ്റ് സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ നെക്സ്റ്റ് മാച്ച് എന്താണ് എന്നുള്ളതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. ഒബാഫെമിക്കെതിരെ ഒരു നല്ലൊരു പ്രകടനത്തോടു കൂടി ബ്രോക്ക് അദ്ദേഹത്തിൻ്റെ വിരമിക്കലൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു തിരിച്ചറിവൊക്കെ നടത്തി വിജയിച്ച് ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് ബ്രോക്ക് ഇനി എങ്ങനെ ആർക്കെതിരെ എപ്പോൾ മത്സരിക്കും എന്നുള്ളത് കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന ഒരു റൂമർ റിപ്പോർട്ട്, ബ്രോക്ക് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് എന്തായാലും സമ്മർ സ്ലാമിലായിരിക്കും കളിക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. എന്നാൽ ഇനി സമ്മർ സ്ലാമിലെ മത്സരം മാത്രമല്ല ബ്രോക്കിന് ബാക്കിയുള്ളത്. അതിന് മുൻപ് ഒരു മത്സരം കൂടി ബ്രോക്ക് കളിച്ചേക്കാം. അപ്പോൾ ഒരു 2 മത്സരമെങ്കിലും ബ്രോക്കിൻ്റെ ഷെഡ്യൂളിൽ ബാക്കിയുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സമ്മർ സ്ലാം അല്ലാതെ അടുത്ത ഒരു മെയിൻ മാച്ച് ഏതായിരിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് ഒരു ഉത്തരം ലഭിക്കേണ്ടത്. അത് ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു റിപ്പോർട്ട് മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന് പറയുന്ന എറീനയിൽ വെച്ചിട്ട് ജൂലൈ 19-ാം തീയതി സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമിൽ ബ്രോക്ക് ലെസ്നറിന് മത്സരം കൊടുക്കാൻ സാധ്യതകളുണ്ടെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ MSG എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ഒരു ഇവൻറ്റ് നടത്തുമ്പോൾ, അതിപ്പോൾ റോ ആയാലോ സ്മാക്ഡൗൺ ആയാലോ ഈവൻ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് ആണെങ്കിൽ പോലും അതിൽ കിട്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടോപ്പ് സൂപ്പർ സ്റ്റാർസിനെയും WWE കൊണ്ടുവരാറുണ്ട്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു മത്സരങ്ങൾ മാത്രമാണ് സാധാരണ WWE വെക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ബ്രോക്കിൻ്റെ ഒരു മാച്ച്, അതും ഒബാഫെമിക്കെതിരെയുള്ള ഒരു മാച്ച് അവർ ഈ MSG അറീനയിൽ വെച്ച് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ നടത്തുകയാണെങ്കിൽ അത് നല്ലൊരു ഗംഭീര പ്രൊമോഷൻ ആ ഒരു ഇവൻറ്റിന് കൊടുത്തേക്കാം. ഈ ബ്രോക്ക് വേഴ്സസ് ഒബാഫെമി തമ്മിലുള്ള സ്റ്റോറി ആ ട്രിയോളജി മാച്ചോട് കൂടി അവസാനിപ്പിക്കാനും സാധിക്കും. അതുമാത്രമല്ല സമ്മർ സ്ലാമിലെ ബ്രോക്കിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ച് എന്നുള്ള രീതിയിലേക്ക് ഒബാഫെമിക്കെതിരെ അല്ലാതെ മറ്റൊരു റെസ്ലറിനെതിരെ ബ്രോക്കിൻ്റെ സ്റ്റോറിയും ആരംഭിക്കാൻ അതിനുശേഷം സാധിക്കും. അങ്ങനെ വലിയ സാധ്യതകളാണ് ബ്രോക്കിൻ്റെ മത്സരം മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ച് നടക്കുമ്പോൾ ഇനി WWE മുന്നിലേക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ബ്രോക്കോ അല്ലെങ്കിൽ ബ്രോക്കിൻ്റെ അതേപോലെ നിൽക്കുന്ന ഒരു പേരുള്ള ഒരു റെസ്ലറിനെയോ ഇറക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്ര വലിയൊരു പ്രാധാന്യം ആ എറീനയിൽ വെച്ച് നടക്കുന്ന ഷോസിന് WWE ക്രിയേറ്റീവ് ടീം എപ്പോഴും കൊടുക്കാറുണ്ട്. അത് നമ്മൾ മുൻ വർഷങ്ങളിലും ഈ വർഷമൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത്
യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നടക്കുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലും സമ്മർ സ്ലാമിലും മാത്രമായിരിക്കുമോ ബ്രോക്ക് മത്സരിക്കുക, അതോ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൽ, അതായത് ഈ ജൂൺ മാസത്തിൻ്റെ അവസാനം നടക്കുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ബ്രോക്ക് മത്സരിക്കാൻ ഇറങ്ങുമോ? കണ്ടു തന്നെ അറിയണം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസിൻ്റെ ടൈറ്റിൽ റൺ അവസാനിപ്പിച്ചുകൊണ്ട് റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്താൻ പോകുന്നത് ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു റസൽമേനിയ 42 കഴിഞ്ഞതിന് ശേഷം റോമൻ റെയിൻസിൻ്റെ എതിരാളിയായിട്ട് ജേക്കബ് ഫാറ്റു എന്ന സ്മാക്ഡൗൺ ബ്രാൻഡിൽ അന്ന് വരെ തിളങ്ങി നിന്നിരുന്ന താരം എതിരാളിയായിട്ട് വന്നത്. അപ്പോൾ ജേക്കബ് ഫാറ്റു റോമൻ റെയിൻസിനെതിരെയുള്ള വെല്ലുവിളി പ്രഖ്യാപിച്ചു വരുന്ന ആ ഒരു മൊമെൻറ്റ് കണ്ടപ്പോൾ തന്നെ ബ്ലഡിന് വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു സ്റ്റോറിയാണ് ഇനിയുള്ള ആഴ്ചകളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ ജേക്കബ് ഫാറ്റു അപ്രതീക്ഷിതമെന്നോണം റോമൻ റെയിൻസിൻ്റെ കൂടെ ബ്ലഡ് ലൈനിൽ ജോയിൻ ചെയ്യുമെന്ന് ഒരാളും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഇനി വലിയൊരു ആധിപത്യം നേടി നിൽക്കുന്ന റോമൻ റെയിൻസിന് ഇപ്പോൾ ഊസോസിൻ്റെ സഹായം മാത്രമല്ല, വേണമെങ്കിൽ ഫാറ്റുവിൻ്റെ ഒരു സഹായം കൂടി ലഭിച്ച് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ റണ്ണുകളിൽ ഇനിയും ദിവസങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ള റോമൻ റെയിൻസിന് ഇനി വലിയ എതിരാളി വരാൻ സാധ്യതയുള്ളത് സമ്മർ സ്ലാം 2026 അപ്പോൾ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ചു വരുന്ന റെസ്ലർ മിക്കവാറും റോമൻ റെയിൻസിൻ്റെ കൈവശമുള്ള ഈ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് തന്നെയായിരിക്കും ചലഞ്ച് ചെയ്യുക എന്നുള്ള ഒരു വാർത്തകളെ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. അത് ഇന്നലത്തെ റോ എപ്പിസോഡ് ശ്രദ്ധിച്ചവർക്കും നമ്മുടെ വീഡിയോ കണ്ടവർക്കും ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും. സെത്ത് റോളിൻസ് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് സെത്ത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ച് റോമൻ റെയിൻസിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യും എന്നുള്ളതാണ്. സെത്ത് ഒരിക്കലും പരാജയപ്പെടാതെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പിന്, അതും അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാൾ ഷീൽഡിലെ മുൻ പാർട്ണറും കൂടിയായ റോമൻ റെയിൻസിനെതിരെ മത്സരിക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും അവർ സമ്മർ സ്ലാമിന് വേണ്ടി ബിൽഡ് ചെയ്യാൻ പോകുക. അങ്ങനെയാണെങ്കിൽ റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെത്ത് ഒരിക്കൽ കൂടി വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നത് നമുക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിച്ചേക്കാം. റോമൻ റെയിൻസ് സമ്മർ സ്ലാം വരെ വളരെ ആക്റ്റീവായിരിക്കും എന്നുള്ളത് റസൽമേനിയ 42 കഴിഞ്ഞപ്പോൾ തന്നെ റോമൻ റെയിൻസ് പറഞ്ഞിട്ടുള്ളതാണ്. സമ്മർ സ്ലാമിന് ശേഷം എന്ത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഒരു വെബ്സൈറ്റിനും കിട്ടിയിട്ടില്ല. അപ്പോൾ സമ്മർ സ്ലാമിലായിരിക്കും റോമൻ റെയിൻസ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സാധ്യത കൂടുതൽ അത് സെത്തിനെതിരെയുള്ള ഒരു മത്സരത്തിലൂടെ ആയിരിക്കും എന്നുള്ളൊരു വാർത്തകളുമാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.